റിയൽ ലൈഫിൽ ബ്രോ എന്താണ് ചെയ്യുന്നത്? ഞാൻ റിയൽ ലൈഫിൽ പഠിക്കുകയാണ്, 8ാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എവിടെയാണ്? ഞാൻ കോതമംഗലം, അതായത് ഞാൻ സെന്റ് ജോർജ് എന്ന് പറഞ്ഞ സ്കൂളിലാണ്. വീട് കോതമംഗലത്താണ്. ഇപ്പോൾ അമ്മയും ഞാനും എല്ലാവരും താമസിക്കുന്നത്. എന്നെ ഈ 2 വയസ്സ് മുതൽ ഞാൻ 2 വയസ്സ് തുടങ്ങിയതാണ് ഈ ആക്ടിങ്ങിന്റെ ഇതൊക്കെ. 2 വയസ്സില് ഫസ്റ്റ് കട്ട് റൂം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ വന്നു. അത് കഴിഞ്ഞപ്പോ ജയറാമിന്റെ കൂടെ ഒരു സിനിമയിൽ വന്നു, കട്ടപ്പാട. മാറിപ്പോയി അത് തന്നെ ഇപ്പൊ വായിൽ വരുന്നുള്ളൂ. ഇതെല്ലാവരോടും കാണണം പറഞ്ഞ് ദൈവമേ കൈതരാൻ കേക്കുമാറാകണം എന്ന് പറഞ്ഞ് സലീം കുമാർ സാറിന്റെ മോനായിട്ട് അഭിനയിച്ചായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പടം അഭിനയിച്ചു. എന്നെ എന്റെ അച്ഛനുമാണ് ഇപ്പൊ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതൊക്കെ. എങ്ങനെയാണ് ഈ രണ്ടാമത്തെ വയസ്സിൽ പോലും അഭിനയിച്ച് തുടങ്ങിയോണ്ട് ആ ഒരു പാഷൻ വന്നതാണ്? അത് എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ അഭിനയത്തിനോടൊക്കെ കുറച്ച് താല്പര്യം, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ടി വിയിൽ ഡാൻസ് ഒക്കെ ചെയ്യും, നന്നായിട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ടി വിയിൽ ഒരു പരസ്യം കണ്ടു ഇതുപോലെ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഇതുപോലെ എന്നാ കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി സെലക്ട് ആയി. അച്ഛൻ അങ്ങനെ പിടിച്ചു കയറി വന്നതാണ്. പിന്നെ നമ്മുടെ സിനിമ നടൻ നമ്മുടെ ജനാർദ്ദനൻ സാറില്ലേ, ഞങ്ങളുടെ കസിനാണ്, റിലേറ്റീവാണ്. ഇനിയിപ്പോ ഏതൊക്കെ സിനിമകളാണ് വരാനുള്ളത്? ഇനിയിപ്പോ 8 ഇറങ്ങി. ഇനി പറഞ്ഞ അഭിനയിക്കാനുണ്ട്, ത്രിലോകരാഗ്നി എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഇത് ഓഗസ്റ്റ് 30 ഇറങ്ങാൻ പോവാ. തിയേറ്ററിൽ വരുമോ കാണാൻ? ഒരു പോക്കൻ എന്ന് പറഞ്ഞൊരു പടം കൂടി ഉണ്ട്, തിയേറ്ററിലൊക്കെ വരും. അപ്പൊ എന്താണ് ഇനി ഭാവി പ്ലാൻ? സിനിമയിൽ തന്നെ നിലനിൽക്കാനാണോ അതോ പഠിച്ച് എന്തെങ്കിലും? അല്ല, നമുക്കിപ്പോ ഇങ്ങനൊരു നമുക്കൊരു ഓപ്പൺ ആയി കിട്ടിയ സ്ഥിതിക്ക് പഠിത്തവും മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അങ്ങ് അടിച്ചു കയറി പോകണം. എങ്കിലും വേറൊരു ആഗ്രഹമുണ്ട്, ഡോക്ടർ, എനിക്ക് മിലിറ്ററി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു നീ നിന്റെ പാഷൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. എന്താണ് പാഷൻ? അഭിനയാണ് പാഷൻ. സിനിമ അല്ലാതെ ഞാൻ TV പ്രോഗ്രാംസ് ചെയ്തായിരുന്നു. നമ്മുടെ കട്ട് റൂം എന്ന് പറഞ്ഞ പ്രോഗ്രാം, പിന്നെ സി കേരളത്തിലെ ഡ്രാമ ജൂനിയേഴ്സ്, അങ്ങനെ പിന്നെ ഉടൻപണത്തിലൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് 2 വയസ്സിലൊക്കെ. ചെറുപ്പത്തിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഇല്ല, ഇപ്പൊ മെയിനായിട്ട് സിനിമ, TV പ്രോഗ്രാം അങ്ങനെയൊക്കെ നോക്കാം. അല്ല, അങ്ങനെയല്ല, ഷോർട്ട് ഫിലിംസ് വരാറില്ല. പിന്നെ ആഡുകളൊക്കെ ചെയ്യാറുണ്ട്. അതെ, ഇതിനൊരു പ്രായപരിധി ഇല്ലാത്തൊരു പടമാണ്. ഇത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഇപ്പൊ മുതിർന്നവരായിക്കോട്ടെ, അച്ഛനമ്മമാരായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഈ പടം അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു ഫാമിലി എന്റർടൈനർ മൂവിയാണ്. സങ്കടത്തിന് സങ്കടം, സന്തോഷത്തിന് സന്തോഷം, എല്ലാം തികഞ്ഞൊരു നല്ല മൂവിയാണിത്. അത്ര കോൺഫിഡന്റ് ആണ്. എല്ലാവരും മാക്സിമം സിനിമ പോയി കാണുക, കണ്ട് ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ, വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.